ഇന്നലെ ഒറ്റ ദിവസം മാത്രം പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 11 4 പേർ എലിപ്പനി മൂലമാണ് മരിച്ചത്. ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് 2 പേർ മരിച്ചു. H1N1 ബാധിച്ച 2 ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. ഇന്നലെ 173 പേർക്ക് ഡെങ്കിപ്പനിയും 44 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. 12,204 പേരാണ് 24 മണിക്കൂറിനിടെ പനിക്ക് ചികിത്സ തേടിയത്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാന സർക്കാർ പനിയുടെ കണക്കുകൾ പുറത്തുവിടാൻ തുടങ്ങിയതിനു പിന്നാലെ 12 ദിവസം പിന്നിടുമ്പോൾ 43 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തിരുവനന്തപുരത്ത് പനിക്ക് പുറമെ കോളറയും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ 4 അന്തേവാസികൾക്ക് കൂടി ഇന്നലെ കോളറ സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടുത്തെ അന്തേവാസിയായ 26-കാരനായ അനു കോളറ ബാധിച്ച് മരിച്ചിരുന്നു. സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിന് പുറത്തുള്ള മറ്റാർക്കും കോളറ സ്ഥിരീകരിച്ചിട്ടില്ലാത്തതിനാൽ വ്യാപനം തടയാനായിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. ഐരാണിമുട്ടത്ത് സജ്ജീകരിച്ച ഐസൊലേഷൻ വാർഡിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമായാണ് കോളറ ബാധിതർ ചികിത്സയിലുള്ളത്. മലപ്പുറത്ത് ജൂലൈ 1 മുതൽ 9 വരെ 51 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. ഇതിനു പുറമെ ആശങ്കയായി H1N1 ജില്ലയിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. രോഗവ്യാപനം ഉണ്ടായി എന്ന സംശയത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. നിലവിലെ പകർച്ചപ്പനിയെ പ്രതിരോധിക്കാനുള്ള സജ്ജീകരണങ്ങൾ ആശുപത്രിയിൽ സജ്ജമാണെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.